സോ എല്ലാവരും വെക്കേഷനൊക്കെ ആഘോഷിക്കുന്ന ഒരു സമയത്താണല്ലോ ഉള്ളത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് വെക്കേഷനിൽ ബാക്കിയുള്ളൂ. നമുക്ക് ജൂണിൽ പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണം. 8ാം ക്ലാസ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ് കണ്ടന്റ് വൈസ് ഒന്നും കൂടെ ഡീപ്പറാണ്, ഒന്നും കൂടെ ഡെപ്തിൽ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചാപ്റ്ററിൻ്റെ എണ്ണത്തിലും നമുക്ക് കൂടുതലാണ്, എസ്പെഷ്യലി മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത്. ഇതെന്ന് പറയുന്നത് വളരെ ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് കാര്യങ്ങൾ ബേസിക് സെറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സും കൂടിയാണ് ക്ലാസ് 9th എന്നുള്ളത്. നിങ്ങൾ ബാക്കി 10th നോക്കുകയാണെങ്കിൽ +1 +2 നിങ്ങൾ പോകുന്ന സമയത്ത് ഇതിലെ പല കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. സോ ആ ഒരു പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ക്ലാസ് 9th. നമ്മൾ നോക്കുന്നത് ക്ലാസ് 9th മാത്തമാറ്റിക്സിലെ ടോപ്പിക്സ് ചാപ്റ്റേഴ്സ് ഓരോന്ന് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, എന്താണ് ഓൾ ഓവർ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതിൽ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സിനെ അതിനെ ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആൾജിബ്ര, ജോമെട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം. ആൾജിബ്ര എന്ന് പറയുന്ന സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. ഇപ്പോൾ നമ്പർ സിസ്റ്റംസ് പോലുള്ള അങ്ങനത്തെ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. SCRT NCRT ഒക്കെ പല പല പേരുകളിലായിരിക്കും ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ കണ്ടന്റ് വൈസ് ആൾമോസ്റ്റ് സെയിം ആണ് രണ്ട് സിലബസിലും വരുന്നത്. അപ്പോൾ അത്തരം ചാപ്റ്റേഴ്സൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഈസിലി തന്നെ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. പക്ഷേ പിന്നീട് ആൾജിബ്രയിലോട്ടൊക്കെ പോകുന്ന സമയത്താണ് നമുക്ക് ഒന്നും കൂടെ ടഫറായിട്ട് വന്നു തുടങ്ങുക. അപ്പോൾ പോളിനോമിയൽസ് ഉണ്ട്, ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ഉണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും 8ൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ 8ാം ക്ലാസ്സിൽ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകൂടെ വാച്ച് ചെയ്യാം. അപ്പം ആ ചാപ്റ്ററിൻ്റെ നേരെ കണ്ടിന്യൂഷനാണ് എന്ത് വരുന്നത്, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ വരുന്നത് അല്ലേ. അപ്പോൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ പഠിക്കാൻ പറ്റുള്ളൂ. സോ ഇൻ കേസ് ആരെങ്കിലും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെക്കേഷൻ സമയം അതിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ പോളിനോമിയൽസ് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും. ആ ഒരു ടോപ്പിക്കിലോട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് തരുന്നത്. ഒന്നുകൂടെ ഡെപ്തുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ഒന്നുകൂടെ പ്രാക്ടിക്കലി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ. കേസ് ബേസ് ആയിട്ടുള്ള സിനാരിയോസ് ഉണ്ടാവും. നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിൽ അപ്പുറത്തേക്ക് ഒരു സിനാരിയോ തന്നിട്ട് അതിനൊരു ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് അത് സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പോകും തോറും എന്താണ് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കൂടുന്നുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് ആണെങ്കിലൊക്കെ നമുക്ക് കാണാം മാത്തമാറ്റിക്സ് ഒക്കെ ടഫ് ആവുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് 9ാം ക്ലാസ്സിലും അടുത്ത വർഷങ്ങളിൽ ടഫ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ടഫ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവർ ചെയ്യാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരം അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ ടോപ്പിക്ക് കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ, കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്തരം ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് ഡെപ്ത് തന്നെ അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. വെറുതെ ഇക്വേഷൻ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ കാര്യമായിട്ട് ഒരു മാത്തമാറ്റിക്കൽ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അതാണ് ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ 9th ഡോമിനേറ്റ് ചെയ്യുന്നത് ജോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പലതരത്തിലുള്ള ടോപ്പിക്കുകളുണ്ട്. ഇപ്പം ബേസിക് ജോമെട്രി, ലൈൻസ് ആൻഡ് ആംഗിൾസ് പോലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് 7th 8th പഠിച്ചിട്ടുള്ളതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലും പഠിക്കാനുള്ളത്. പിന്നെ ട്രയാങ്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രയാങ്കിൾസ് എന്നുള്ളത്. ഈ ട്രയാങ്കിൾസിൻ്റെ നേരെ ബാക്കി തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലും കാണാൻ പറ്റും. കോൺഗ്രുവൻസി, സിമിലാരിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അപ്ലിക്കേഷൻ തിയറംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 10th കാണാൻ പറ്റും. സോ 9th ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കേണ്ടതാണ്. പിന്നീട് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ 8th ടോപ്പിക് തന്നെയാണ് ക്വാഡ്രിലാറ്ററൽസ്. അതിൻ്റെ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നിങ്ങൾക്ക് 9th വരുന്നത്. ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും. പലതരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഏരിയാസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പോൾ ഏരിയാസ് ഉണ്ട്. പിന്നെ സർക്കിൾസിൻ്റെ ഏരിയാസ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് നമുക്ക് ജോമെട്രി സെഗ്മെൻറ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസ് 9th നമുക്ക് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ജോമെട്രി ഡോമിനേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് ക്ലാസ് 9th കാണാൻ പറ്റുന്നത്. പിന്നെ ഇനി CBSE വരുന്ന സമയത്ത് പുതിയ അഡീഷൻസ് നടന്നിട്ടുണ്ട്. സീക്വൻസ് ആൻഡ് സീരീസ് പോലുള്ള ടോപ്പിക്കുകളൊക്കെ ക്ലാസ് 9th വന്നിട്ടുണ്ട്. സോ അതെന്താണ് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഈ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ബാക്കിയിലേക്ക് നിങ്ങൾക്ക് 10th +1 +2 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ CBSE സ്റ്റുഡൻസ് സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് സീക്വൻസ് ആൻഡ് സീരീസ്. അത് ആൾജിബ്രയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ജോമെട്രി നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരുപാട് ചാപ്റ്റേഴ്സ് എന്താണ് നമുക്ക് ജോമെട്രിയിലുണ്ട് അല്ലേ. ഇപ്പോൾ ട്രയാങ്കിൾസ് ആയിക്കോട്ടെ, ലൈൻസ് ആൻഡ് ആംഗിൾസ് ആയിക്കോട്ടെ, ബേസിക് ജോമെട്രി ആയിക്കോട്ടെ, കോർഡിനേറ്റ് ജോമെട്രി മേ ബി പുതിയൊരു സെഗ്മെൻറ്റ് ആയിരിക്കും എന്താണ് കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ളത് അല്ലേ. പുതിയൊരു ടോപ്പിക് തന്നെയാണ് കോർഡിനേറ്റ് ജോമെട്രി. എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക, എങ്ങനെയാണ് ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യുക. ഈ ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ഇപ്പോൾ ലീനിയർ ഫംഗ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കേണ്ടത്. അതെങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പല തരത്തിലുള്ള ഗ്രാഫ് മാസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ
നിങ്ങൾ +1 +2 പോകുന്ന സമയത്തും ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗ്രാഫുകൾ വരിക, എന്തൊക്കെയാണ് ചേഞ്ചസ് വരിക, ഒരു വാല്യൂ മാറ്റി കഴിഞ്ഞാൽ എന്താണ് അതിൽ ചേഞ്ചസ് വരിക എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ ഒരു കൂട്ടത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് കാര്യമായിട്ട് നമുക്ക് ക്ലാസ് 9th പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലേ, ഓൾജിബ്ര അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായിട്ട് എന്താണ് ജോമെട്രി ആണുള്ളത്. പിന്നെ ചെറിയ ചെറിയ വേറെ ടോപ്പിക്സ് ഉണ്ടാവും, മിസ്ലേനിയസ് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ക്ലാസ് 9th കാര്യമായിട്ട് പഠിക്കാനുള്ളത്. സോ ക്ലാസ് 9th വരുന്നതിന് മുമ്പ് ക്ലാസ് 8th നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കണ്ടിന്യൂഷൻ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പിക് ശ്രദ്ധിക്കേണ്ടത്, ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അല്ലേ. ക്ലാസ് 9th പോകുന്ന സമയത്ത് ഓൾറെഡി കണ്ടന്റ് ഡെപ്ത് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമേ ക്ലാസ് 8th ബാക്ക്ലോഗും കൂടെ നമുക്ക് തീർക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് തന്നെ ഈസി ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒരുപാട് സ്കൂൾ ഇവൻറ്റ്സ് പരിപാടികളൊക്കെ നിങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് എന്താണ് ബിസി ആവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ എന്താ ക്ലാസ് 8th മിസ്സായിട്ടുള്ള ടോപ്പിക്സും കൂടെ ആ സമയം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും. പഠിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ, ക്ലാസ് 9th പല ടോപ്പിക്കുകൾ ജോമെട്രി ആയിക്കോട്ടെ, ആൾജിബ്ര ആയിക്കോട്ടെ, ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ പറഞ്ഞാൽ നമുക്ക് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്തരം ടോപ്പിക്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പിന്നെ ആ സമയം വീണ്ടും പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. സോ എന്ത് ചെയ്യുക, അത്തരം ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്യാനും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു വെക്കേഷൻ സമയത്ത് ആഘോഷങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം. ബെസ്റ്റ് വിഷസ്.